നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കുറച്ചായല്ലേ സ്കിൻ കെയർ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ, എനിക്ക് കുറച്ച് റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള നല്ലതായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ വേറെ ഒന്നല്ല, ഈ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ട് സ്കിന്ന് ഡാമേജ്, അതായത് നമുക്കൊരു ഉടനെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ എന്താ പറയുക വൈറ്റനിങ് ക്രീമുകൾ ഇങ്ങനെ 7 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് ഇപ്പോഴും ഉണ്ട്. എന്നാലും ഇപ്പോൾ കുറേ പേരൊക്കെ അതിൽ നിന്ന് ഒരുപാട് മാറി തോന്നുന്നു. പക്ഷേ മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കുറേ പേരുടെ അത് ഉപയോഗിക്കുന്നൊക്കെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ല. ഈ വൈറ്റനിങ് ക്രീമുകൾ 7 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് നമ്മൾ ഒരുപാട് വിപണിയിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ ഇതുവരെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വാങ്ങി യൂസ് ചെയ്തിട്ട് അത് എന്താ പറയുക, അങ്ങനെ സ്കിന്നൊക്കെ പീലായി ഭയങ്കരമായി ഡാമേജ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കറിയാവുന്നതും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം, ഇങ്ങനത്തെ ക്രീമുകളുടെ പിറകെ പോവാതിരിക്കുക എന്നുള്ളതാണ്. ഈ വൈറ്റനിങ് ക്രീമുകൾ കേട്ടോ, നമുക്ക് വീട്ടിൽ DIY ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതൊന്നും അത്രയ്ക്ക് ആക്റ്റീവ്സ് ഇല്ല അതിലൊന്നും. അതായത് നമ്മുടെ സ്കിന്ന് ഇതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള കെമിക്കൽ കണ്ടന്റുകൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഇങ്ങനെ ഓരോ ലെയർ നമ്മൾ യൂസ് ചെയ്യും തോറും പീലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ചെറിയ ബുദ്ധിയിലുണ്ടായിരുന്ന അറിയുന്ന കാര്യങ്ങളാട്ടോ ഞാൻ പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കളർ വെക്കണേക്കാൾ ഇത് നമ്മുടെ സ്കിന്ന് പീലായി സ്കിന്നിൻ്റെ ലെയർ ഭയങ്കരമായിട്ട് കനം കുറയാണ് ചെയ്യണത്. അപ്പോൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര നന്നായിട്ടൊക്കെ തോന്നും. എല്ലാവരും പറയും നല്ലതാണ്, നല്ല അടിപൊളിയാണ്, നന്നായിട്ട് ബ്രൈറ്റനിങ് വെളുത്തു അല്ലെങ്കിൽ ആ ഒരു മാറ്റം വന്നു എന്നൊക്കെ. പക്ഷേ ഇത് സ്ഥിരമാക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഭയങ്കര റെഡ്നെസ്, പിന്നെ സ്കിന്നിൽ നമുക്ക് ആക്നേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവിടെയൊക്കെ കുഴികളായി മാറാൻ സാധ്യതയുണ്ട്, സ്കാൾസ് വരാൻ സാധ്യതയുണ്ട്. സ്കിന്നിങ്ങനെ പീലായി പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്കാൾസ് വരും. പിന്നെ റെഡ്നെസ്, മൗത്തിന് ചുറ്റും റെഡ്നെസ് വരും. അങ്ങനെ കുറേയധികം ഇഷ്യൂസ് ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യുക. യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ നിർത്തുക. കാരണം ചിലർക്ക് ഇങ്ങനെ വരുമ്പോൾ അടുത്ത ക്രീമിലേക്ക് പോകാനുള്ള ടെൻഡൻസി വരും. അതായത് ഈ ക്രീം തേച്ച് ഇത് വന്നു, ഇനിയിപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ ക്രീമുകൾ പരസ്യങ്ങൾ കാണുന്നുണ്ട്, പിഗ്മെന്റേഷൻ മാറും, സ്കിന്ന് ക്ലിയർ ആവും, ഗ്ലോ ആവും. അപ്പോൾ അതിലേക്ക് പോവാതിരിക്കുക. എന്തായാലും ഇത് വന്നു നമ്മുടെ ശൂന്യത കൊണ്ടോ നമുക്കിങ്ങനെ കുറച്ചൊരു ആഗ്രഹം കൊണ്ടോ മറ്റുള്ള റിസൾട്ട് കൊണ്ടോ ആരെങ്കിലുമൊക്കെ പറഞ്ഞത് കൊണ്ടോ ഒക്കെ നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, എനിവേ അത് അവിടെ വെച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ബാക്ക് ടു നോർമലിലേക്ക് വരും. അതായത് സ്കിന്ന് പതുക്കെ സ്വയം റിപ്പയർ ആവും. നമ്മളിപ്പോൾ ഓരോ മുറിവ് കണ്ടിട്ടില്ലേ, നമ്മുടെ മുറിവ് നമ്മുടെ ശരീരം തന്നെ അതിനെ ഉണക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ സ്കിന്നിനെയും പതുക്കനെ അത് മാറ്റിയെടുക്കാനായിട്ട് സ്കിന്ന് തന്നെ റിപ്പയറിങ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അതിന് കൂടെ നമ്മൾ ചെറുതായിട്ട് ഹെൽപ്പും കൂടി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയണത്. പിന്നത്തെ കാര്യം, നമുക്ക് ഇത് നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കിത് ഭയങ്കരമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള സ്കിൻ ഡാമേജസ് ആണ് വന്നതെന്നുണ്ടെങ്കിൽ ഉടനടി വിട്ടോ, ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടോ. അതാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അവരുടെ ആ ഒരു റിക്വസ്റ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെയാണ് അത്രയും അധികം ഡാമേജസ് ആയിട്ടുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. വീട്ടിൽ നിന്നൊന്നും ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു തുടക്കമാണ്. നമ്മുടെ സ്കിന്ന് നമുക്ക് നാശമായി തുടങ്ങി അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ അങ്ങനെ വന്നു തുടങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഞാൻ അതവിടെ നിർത്തി, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് നിർത്താണ്. അപ്പം എനിക്ക് ഇനി എങ്ങനെയാണ് ഇത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാന്നുള്ളവർക്കാണ് കുറച്ച് കാര്യങ്ങളാട്ടോ പറയണത്. അപ്പോൾ നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക, അവിടെ വെച്ച് നിർത്തുക. പിന്നെ നമ്മൾ ഇതിലേക്ക് പോകരുത്. ഇത് വീണ്ടും എടുത്ത് യൂസ് ചെയ്യാനുള്ള യാതൊരുവിധ കാര്യവും നമ്മൾ ചെയ്യരുത്. എടുത്ത് യൂസ് ചെയ്ത് അങ്ങനെ കളഞ്ഞു വേറെ ആൾക്ക് റെക്കമെൻഡ് ചെയ്യാതിരിക്കുക. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പുതിയതായിട്ടുള്ള ഒരു ആക്റ്റീവ്സ് ഉപയോഗിക്കാണ്ടിരിക്കുക. നമുക്കിപ്പോൾ ഒരുപാട് സിറങ്ങളുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയുന്നില്ല, സെർപ്സിൽ തന്നെ ഉണ്ട്, നമുക്ക് റിവിറ്റൻ സിറം, വിറ്റമിൻ സി സിറം, അങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ കുറേ വിപണിയിലൊക്കെ ഉണ്ട്, നയാസിനമൈഡ്, ഹൈലറോണിക്, അങ്ങനെ ഒരുപാട് സിറങ്ങൾ ആക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ആക്റ്റീവ്സ് ഒന്നും സ്കിന്നിന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതായത് സിറങ്ങളും കാര്യങ്ങളും അതൊക്കെ കുറച്ച് നമുക്ക് സ്കിന്നൊന്നും കൂടി ബേൺ ആക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആക്റ്റീവ്സ് ഒക്കെ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്നിന്, ഇപ്പം നമ്മുടെ ചിലരുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ഒക്കെ ആവും. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഈ അനുയോജ്യമായത് അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കൊരു അലോവേര വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക സെറാമൈഡ്സ് കൂടുതലുള്ള നമ്മുടെ മോയ്സ്ചറൈസർ നമ്മൾ നോക്കിയെടുക്കുക, സെലക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണുമ്പോൾ അവർ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യും.
പിന്നത്തെ കാര്യം ഇങ്ങനെ ഇപ്പൊ കുറച്ചൊക്കെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈമില്ല കാര്യമില്ല എന്നൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ സെറാമൈഡ് മോയ്സ്ചറൈസർ പ്ലസ് നമുക്ക് അല്ലെങ്കിൽ അലോവേര മോയ്സ്ചറൈസറുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അത് ഓക്കെ, അത് സെലക്ട് ചെയ്യാം. പിന്നെ നല്ലൊരു സൺസ്ക്രീൻ, അത്യാവശ്യം നല്ല ഹൈ പ്രൊട്ടക്ഷൻ ഉള്ള സൺസ്ക്രീൻ, SPF50+70 ആ ഒരു റേഞ്ചിലുള്ള സൺസ്ക്രീൻ നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ കാര്യം ഒരു കുഞ്ഞു DIY പറഞ്ഞുതരാട്ടെ എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹീലിംഗ്, നമ്മുടെ സ്കിന്നിന് ഹീൽ ചെയ്യണതാണ്. അതുപോലെ ഒരു കൂളിംഗ്, സ്കിന്ന് കുറച്ചും കൂടിയും ആ ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ടുള്ള റെഡ്നെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അലോവേര, നാച്ചുറൽ അലോവേര എടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ തൊട്ടടുത്തൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഇത് വെച്ച് പിടിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല, ഒരു കട വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഇതൊരു കഷ്ണം, ഇതിപ്പോൾ വലിയ കഷ്ണം, അത് ഇത്രയും മതി. രാവിലെ എണീറ്റിട്ട് നല്ലൊരു ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യുക. എസ്പെഷ്യലി നമ്മളതൊരു ഹെർബൽ ഫേസ് വാഷ് ആണെങ്കിൽ ഏറ്റവും നല്ലത്, മൈൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സിൽ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്ട്സ് റെക്കമെൻഡ് ചെയ്യാനായിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട് ഓരോ കാര്യങ്ങൾക്ക്. അതുകൊണ്ട് മാത്രമാണ് ഇതൊരു എൻ്റെ പ്രൊഡക്റ്റ് ഞാനിത് പ്രൊമോട്ട് ചെയ്യണമല്ല. നിലാസ് ഹെർബ്സിൻ്റെ ഞാനിവിടെ ഓൾറെഡി ഒരു വീഡിയോ, എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട്. ഇതേ നമ്മുടെ മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ കോലം നോക്കണ്ട, കാരണം സ്ഥിരമായി യൂസ് ചെയ്യണവർക്ക് അറിയാൻ പറ്റും ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അതായത് പെട്ടെന്ന് പുതിയതെടുത്ത് കൊണ്ടുവന്നതല്ല ഞാൻ ഇത് യൂസ് ചെയ്യണ കാരണമാണ് ഇതിൻ്റെ കോലമാണ് ഇങ്ങനെ ഇരിക്കണത്. കാരണം നമ്മൾ ഈ നനഞ്ഞിട്ടുള്ള കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും ചിലപ്പോഴേ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട്, അതാണ് ഇങ്ങനെ ഇരിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഹെർബൽ, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൽ നിലാസ് ഹെർബ്സിൻ്റെ ഹെർബൽ ഫേസ് വാഷാണിത്. ഇതിൽ മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷാണ്, ജെൽ ടൈപ്പാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും, ജെൻസിനും ലേഡീസിനും യൂണിസെക്സ് ആണ് പ്രൊഡക്റ്റ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ച് വാഷ് ചെയ്തിട്ട് ഇതിൽ മൈൽഡ് ആയിട്ടുള്ള സ്കിൻ എന്താ പറയുക ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യുക. സോപ്പ് യൂസ് ചെയ്യരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആക്റ്റീവ്സ് ഒക്കെയുള്ള ഫേസ് വാഷുകൾ ഉണ്ടല്ലോ, അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. നയാസിനമിഡ് അങ്ങനത്തെ ആക്റ്റീവ്സും കാര്യങ്ങളുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട, ഹെർബൽ ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ജെന്റിലായിട്ടുള്ള ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ഫേസ് വാഷ് യൂസ് ചെയ്യുക. പിന്നെ ഒരു കഷ്ണം അലോവേര നമ്മൾ പൊട്ടിച്ചിട്ട് രാവിലെയും രാത്രി സ്കിൻ കെയറിന് മുന്നേ ഇതിങ്ങനെ, അപ്പോൾ ഇത് കുറച്ച് വലുതാട്ടോ, പിന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താലാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പൾപ്പ് ഇങ്ങനെ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ പതുക്കനെ നല്ല, എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നല്ല സുഖമുണ്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട്, കാരണം ചൂടല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എല്ലാവിടെയും. പിന്നെ അലോവേര മുറിക്കുമ്പോൾ ഇവിടെ ഒരു മഞ്ഞ കളർ ഉണ്ടാവും, അത് ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ തലകുത്തി വയ്ക്കുക, അപ്പോൾ ഇങ്ങനെ ഒലിച്ചു പോകും. എന്നിട്ട് നന്നായി കഴുകിയെടുക്കുക. ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ, ചിലർക്ക് ആ ഒരു മഞ്ഞക്കറ ചൊറിയും. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇതായത് മാതിരി നമ്മളിങ്ങനെ ഒന്ന് സോഫ്റ്റായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക. ഫ്രഷായിട്ട് മുറിച്ച് ഫ്രഷായിട്ട് പരട്ടണം ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരു കഷ്ണം മുറിച്ചാൽ രാവിലെയും പരട്ടാം, അതെടുത്ത് ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ഒന്ന് വല്ല ഫോർക്ക് വെച്ചിട്ടോ നൈഫ് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പൾപ്പ് വരും. അപ്പോൾ വൈകുന്നേരം മുഖം കഴുകിയിട്ട് ഇത് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ പരട്ടിയിടുക, ഇത്രയും മതി. ഇപ്പോൾ ഒരുപാട് ചെറിയ കുട്ടികൾ വരെ ഈ വൈറ്റനിങ് ക്രീമുകളെടുത്ത് പരട്ടിയിട്ട് ഭയങ്കരമായ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയും കുട്ടികൾക്കാണെങ്കിൽ ഇത് നല്ലതാണെന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ടുള്ളതാട്ടോ. അതായത് പരട്ടണമെന്നല്ല, ഇവിടെ പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ട് കുട്ടികൾ വരെ ഇത് എടുത്ത് പരട്ടുന്നുണ്ടെന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കും ഡാമേജ് പെട്ടെന്ന് വരും. കുഞ്ഞുങ്ങളുടെ സ്കിന്നൊന്നും അത്രയും സോഫ്റ്റ് സ്കിന്നാണ്. അപ്പം അങ്ങനെയുള്ളവർക്കും ഇത് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിങ്ങനെ പരട്ടിയിടുക. എന്നിട്ടൊരു 10-15 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് വെറുതെ വെള്ളത്തിൽ ഇത് കഴുകുക, അത്രയും മതി. ഇപ്പോൾ ഞാൻ പരട്ടിയിട്ടത് കണ്ടില്ല, ഇങ്ങനെ പരട്ടിയിടുക. അലോവേര ജെല്ലല്ല, ഫ്രഷ് അലോവേര എടുക്കുക കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമുക്ക് അലോവേര ജെല്ലുണ്ട്, എന്നാലും ഇതിന് ഏറ്റവും നല്ലത് ഫ്രഷാണ്. അതാണ് ഞാൻ എടുത്തു പറയണത്, ഫ്രഷ് അലോവേര ഉപയോഗിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹീലിംഗ് സൊല്യൂഷൻ ആണത്. നമ്മുടെ സ്കിന്നിൻ്റെ റെഡ്നെസ്സും അതുപോലെ തന്നെ ഒരു പരിധി വരെ സ്കിന്നിൻ്റെ മാർക്കുകളും അതുപോലെ നമുക്കൊരു സ്മൂത്ത്നെസ്സും പിന്നെ നമുക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കുന്ന സ്കിന്നാവും, അതിനെയൊക്കെ ഒന്ന് കാം ചെയ്യിക്കാനൊക്കെ നല്ലത്. ഇത് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ വെറുതെ പ്ലെയിൻ വാട്ടറിൽ വെറുതെ ഒന്ന് കഴുകിയെടുക്കുക. വേറെ പിന്നെ സോപ്പും കാര്യങ്ങളും ഒന്നും ഇടരുത്, അല്ല ഫേസ് വാഷ് ഒന്നും ഇടണ്ട. ആദ്യം ഫേസ് വാഷ് ഇടുക, മുഖം കഴുകുക, കുറച്ച് അലോവേര മുറിച്ച് അപ്ലൈ ചെയ്യുക, 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വെക്കുക, കഴുകി കളയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മോയ്സ്ചറൈസർ, ആക്റ്റീവ്സും കാര്യങ്ങളും ഒന്നും പിന്നെ ഇടണ്ട, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇടുക. അപ്പം നമ്മുടെ മോയ്സ്ചറൈസറിൽ എന്താ പറയുക, വിറ്റമിൻ ഇ റിച്ച് ആണ്. എസ്പെഷ്യലി ഇതിൽ നമ്മുടെ മോയ്സ്ചറൈസർ ഇത് കുറച്ചും കൂടി നമ്മളൊന്ന് എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ആണ്. ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട്, അതായത് ആ ഒരു സ്കിന്ന് നല്ല പ്ലംപി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇങ്ങനെ ഡ്രൈ ആയി ഭയങ്കരമായി ഇങ്ങനെ ഉണങ്ങി കടിച്ചിരിക്കില്ല സ്കിൻ, ഇത് അപ്ലൈ ചെയ്താൽ നല്ലൊരു
മോയ്സ്ചറൈസർ ലോക്കാക്കി സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കും. അപ്പോൾ ഇത് വന്നിട്ട് ഇതിൽ ഇൻഗ്രീഡിയൻസ് അലോവേരയും വിറ്റമിൻ ഇയും ആണ് നമ്മുടെ മോയ്സ്ചറൈസറിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അല്ലെങ്കിലും സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റണതാ. അപ്പം ഞാനിത് കാണിക്കണമെന്ന് വെച്ചിട്ട് തന്നെ വാങ്ങണമെന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വരിക. അപ്പോൾ കുറച്ചെടുക്കുക, നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സെറാമൈഡുള്ള മോയ്സ്ചറൈസറും അലോവേര ആയിട്ടുള്ള മോയ്സ്ചറൈസറും ഒക്കെ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്ത് മേടിക്കുക. ഇല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അവർ റെക്കമെൻഡ് ചെയ്യണ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. പിന്നത്തെ കാര്യം നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് സൺസ്ക്രീനാണ്. വെയിലത്ത് പോയാലും ഇല്ലെങ്കിലും എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യണം. എന്നാലും എടുത്തു പറയാണ് മസ്റ്റായിട്ട് SPF 50. അപ്പോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ ഹെർബൽ സൺസ്ക്രീൻ പ്ലസ് നമുക്ക് മോഡേൺ സയൻസും കൂടുതലുണ്ട്. സൺസ്ക്രീൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൺസ്ക്രീൻ മേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഫുള്ളി ഹെർബൽ ആവില്ല. അതായത് ഹെർബൽ ഇൻഗ്രീഡിയൻസ് പ്ലസ് നമുക്ക് സയൻസ്, ആ ഒരു മോഡേൺ സയൻസിൽ ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലാസെറപ്സിൻ്റെ ഇത് സൺ പ്രൊട്ടക്ഷൻ ലോഷനാണ്. കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷനാണ്. കുങ്കുമപ്പൂവാണ് ഇതിൻ്റെ മെയിൻ വരുന്നത്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുങ്കുമപ്പൂ നല്ലൊരു സൺ പ്രൊട്ടക്ഷനാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഹെർബൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പ്ലസ് നമുക്ക് നമ്മുടെ ആ ഒരു സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഇൻഗ്രീഡിയൻസുകളും ഇതിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ SPF 50 ആണ്. ജസ്റ്റ് നമ്മൾ ആദ്യം ഒരു 2 ഫിംഗറിൽ എടുക്കുക, എന്നിട്ട് നമ്മൾ ഫേസിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വിടാണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നെക്കിൽ ഒരു ഫിംഗർ എടുത്ത് നെക്കിലും കൂടി അപ്ലൈ ചെയ്യുക. സംഭവം കഴിഞ്ഞു. ഇത് തന്നെ നമ്മളൊരു 3-4 മാസം അടുപ്പിച്ച് ചെയ്യാം. 3-4 മാസം നമുക്കറിയാം നമ്മൾ കുറച്ചൊരു ഫേസ് ഒക്കെ ബ്രൈറ്റനിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ആ ക്രീം തേച്ചുകൊണ്ട് നമുക്ക് കിട്ടിയതായിരിക്കും. നമ്മുടെ സ്കിൻ ഇങ്ങനെ പീലായി പോകുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഇതാണ്. പക്ഷേ നമ്മളിത് നിർത്തുമ്പോൾ നമുക്കറിയാം നമുക്ക് ഫേസ് ഡള്ളായിട്ട് തോന്നും. അതുപോലെ തന്നെ ഫേസ് കുറച്ചൊരു കരുവാളിപ്പ് കയറിയ മാതിരി തോന്നും. കാരണം സ്കിന്ന് റിപ്പയർ ആയത് വരണ്ടേ, സ്കിന്ന് ആകെ ഡാമേജ് ആയിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നിർത്തരുതെന്നുള്ളതാണ് ഈ ഒരു കണ്ടീഷൻ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്കിൻ കെയർ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മൾ അലോവേര അപ്ലൈ ചെയ്തു, നമ്മുടെ നല്ലൊരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഒരു 3-4 മാസത്തേക്ക് അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് തന്നെ കുറേ റിപ്പയർ ചെയ്യും. പ്ലസ് നമുക്ക് നമ്മൾ ഈ ഒരു സപ്പോർട്ടും കൂടി കൊടുക്കുമ്പോൾ നമുക്ക് ബാക്ക് ടു നോർമലിലേക്ക് വരാൻ പറ്റും. പിന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ക്രീമുകളും ഇപ്പോൾ പോയി പെടരുത്. നമുക്ക് എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ട്, കല്യാണം ഉണ്ട്, എന്തുണ്ടെങ്കിലും ഇങ്ങനത്തെ ക്രീമുകൾ വാങ്ങാതിരിക്കുക. പരമാവധി ഹെർബലായിട്ടുള്ളതും അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് നമുക്കറിയാം വീട്ടിലത്തെ ചെറിയ ചെറിയ പൊടിക്കൈകൾ, അത് നമുക്ക് മാറ്റങ്ങൾ വരുത്തും. വലിയ ഒരു വെളുത്തിട്ട് പാറാന്നല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് നമ്മുടെ സ്കിന്ന് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും. വീക്കിലി ഒരു 2 തവണ ഫേസ് പാക്ക് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല ഹെർബൽ സ്കിൻ കെയർ ഓയിലുകൾ യൂസ് ചെയ്യുക ബോഡിക്ക്. അങ്ങനെ അതൊക്കെ ഭയങ്കര നല്ല മെത്തേഡുകളാണ്. അതൊന്നും നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ പീലാക്കി നാശാക്കി അങ്ങനത്തെ കാര്യങ്ങൾ, ആക്റ്റീവ്സും കെമിക്കൽസും ഒന്നും ഇല്ല അതിൽ. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെയിലത്ത് പോകുമ്പോൾ ഇപ്പം നല്ല സെൻസിറ്റീവൊക്കെ ആയിട്ട് ഭയങ്കര മോശമായിരിക്കുകയാണെങ്കിൽ വെയിലത്ത് പോകുമ്പോൾ എപ്പോഴും നമ്മൾ കൊട, തൊപ്പി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇറങ്ങുക. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു സൂര്യപ്രകാശം കൂടി സൺബേണും കൂടി ആയിട്ട് നമുക്ക് പിന്നെ ഒന്നും കൂടി നമ്മൾ ഡാർക്ക് അടിച്ച് മാതിരിയൊക്കെ ആവും. ഇപ്പോൾ വെയിലും പറയണ്ടല്ലോ, അത്രയും വെയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് ബാക്ക് ടു നോർമലിലേക്ക് വരാം. പിന്നെ ആ ഒരു സമയം നമുക്ക് ഡള്ളായിട്ട് തോന്നും, നമ്മുടെ ഫേസിനേക്കാളും ബോഡീനേക്കാളും മോശമായിട്ട് ഫേസൊക്കെ തോന്നും. കാരണം നമ്മൾ ഫേസിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ആ ഒരു പ്രശ്നമാണ്. അത് നമ്മൾ അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് അങ്ങോട്ട് സഹിക്കുക, അതാണ് നിവർത്തിയില്ല. ദയവ് ചെയ്ത് ചിലരുടെ ഒരു ഇതാണ് എനിക്ക് വന്നിട്ടുള്ളൊരു കമൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക DM ആയിരുന്നു. എന്നിട്ടാന്ന് വെച്ചാൽ വൈറ്റനിങ് ഞാൻ പേരൊന്നും പറയില്ല, ഏതൊരു ക്രീം തേച്ചു, പണി കിട്ടി, എന്നിട്ട് അത് നിർത്തി ഈ പണി മാറാൻ വേണ്ടി വേറൊരു ക്രീം വാങ്ങിച്ചു തേച്ചെന്ന്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം അത് ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം അതിലും ഈ പറഞ്ഞ മാതിരി കെമിക്കൽ കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ 10 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് വെളുത്ത് ആ സ്കിന്നിന് മാറ്റം വരും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഡാമേജ് ആയിരിക്കുന്ന സ്കിന്നിലേക്ക് നമ്മൾ വീണ്ടും പോയിട്ട് ആ ഒരു ക്രീം അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് കൂടി ചെയ്ത് നമ്മൾ സ്കിന്നിന് അത്രയും മോശമാവും. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പോവില്ല. ചില ഇഷ്യൂസൊക്കെ സ്കിന്നിന്, എസ്പെഷ്യലി ഡീപ്പ് സ്കാർസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ, ചിലർ ഈ പിമ്പിൾസും മാർക്സും കൊണ്ട് ശല്യമായിട്ട് അങ്ങനത്തെ ക്രീമുകളിൽ പിന്നാലെ പോണത്. പക്ഷെ അത് സ്കിന്ന് പീലായി പോകുമ്പോൾ ഈ പിമ്പിൾസ് വന്ന ഏരിയകളുണ്ടല്ലോ, അതിങ്ങനെ കുഴിഞ്ഞ് അവിടെ കുഴിയാവും. ഈ കുഴികൾ മാറ്റാൻ പിന്നെ പറ്റില്ല.
അതൊക്കെ അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് അതിൻ്റെ പിന്നാലെ പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണത് പ്രിസർവേറ്റീവ്സും കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഉലുവ ക്രീം നല്ലതാണ്, നമ്മുടെ ഫേസിന് ഇട്ട് കൊടുക്കാവുന്നത്. അതുപോലെ നമ്മൾ കുങ്കുമപ്പൂ വെച്ചിട്ടുള്ള ബ്രൈറ്റനിങ് ക്രീം നല്ലതാണ്. അതുപോലെ മഞ്ചിഷ്ട ക്രീം, അതുപോലെ തന്നെ അതൊക്കെ ഇത്രയും നല്ലതാണ്, നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഡാമേജസ് വരുത്തില്ല. അതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് നൈറ്റൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല ക്രീമുകളൊക്കെ ഉണ്ട്. ഒരുപാട് ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അങ്ങനെ പേഴ്സണലി എനിക്ക് നല്ലതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലർ പറയും ഇതിപ്പോൾ അതും പൊട്ടയും ഇതും പൊട്ടയാന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്താ പറയുക, നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ വീട്ടിലൊരു കാര്യം പറയാനുള്ളത്, എന്നും ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയർ നമ്മളിങ്ങനെ അത് സ്മൂത്ത് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സ്മൂത്ത് ക്രീമി പോലത്തേക്ക് ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴുകിക്കളേണ്ട പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഈ തിക്കായിട്ടുള്ള ഫേസ് പാക്കുകൾ നമ്മൾ ഇടുമ്പോൾ തിക്കായിട്ട് ഇടുന്ന നല്ലതാണ്. പക്ഷെ അങ്ങനെ ഇടുമ്പോൾ നമ്മളത് കഴുകുമ്പോൾ സ്കിന്നിൻ്റെ ബാരിയർ ചിലപ്പോൾ നമുക്കിങ്ങനെ സ്ക്രാച്ചായി വരും. അതാണ് നമുക്ക് DIY ചെയ്യുമ്പോൾ നമ്മളൊരു ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചെയ്യാം. അത് നല്ലൊരു ഫേസ് പാക്ക് നോക്കിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്കറിയാവുന്ന 2-3 കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ആക്റ്റീവ്സ് പരമാവധി ഉപയോഗിക്കരുത് ഇങ്ങനെ വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചെറിയ കാര്യം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ഭയങ്കരമായ ഇഷ്യൂസ് ആണെങ്കിൽ എന്തായാലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാം. നിങ്ങളുടെ രീതിയിൽ ഓരോന്ന് ചെയ്തിട്ട് ഒന്നും കൂടി നാശാക്കാനായിട്ടുള്ള ഇടവരുത്താതിരിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.